ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 2-ാം അധ്യായം. നാരദ ഉവാച. ഭ്രാതര്യേവം വിനിഹതേ ഹരിണാ ക്രോഡമൂർത്തിന ഹിരണ്യകശിപൂരാജൻ പര്യദപ്യദൃശാശുജ. നാരദൻ പറഞ്ഞു, ഭഗവാന്റെ പേരിൽ ദ്വേഷമുണ്ടായതുകൊണ്ടുതന്നെയാണ് ഭഗവത് ഭക്തനായ പുത്രനിലും ഹിരണ്യകശിപുവിന് ദ്വേഷമുണ്ടായത് എന്നുള്ള അഭിപ്രായത്തെ പ്രകാശിപ്പിച്ചും കൊണ്ട് നാരദൻ യുധിഷ്ഠിര മഹാരാജാവിനോട് ഈ വിധം പറഞ്ഞു. ഹേ രാജൻ, സഹോദരനെ വരാഹമൂർത്തിയായി അവതരിച്ച ശ്രീഹരി വധിച്ചതായി അറിഞ്ഞപ്പോൾ ഹിരണ്യകശിപു ഭഗവാനിൽ ക്രോധം കൊണ്ടും സഹോദരനാശത്തിൽ ക്ലേശം കൊണ്ടും പരിതപിച്ചു. ആഹചേദം രുഷാഗൂർണ സന്തഷ്ടദശനശ്ചതഃ കോപോജ്വലദ്ഭ്യാം ചക്ഷുർഭ്യാം നിരീക്ഷൻ ധൂമ്രമംബരം കരാളദംഷ്ട്രോഗ്രദൃഷ്ട്യാ ദുഷ്പ്രേക്ഷ്യ ഭ്രൂകുടീമുഖഃ ശൂലമുദ്യമ്യ സദസി ദാനവാനിതമബ്രവീത്. ദേഷ്യം അധികരിച്ചതിനാൽ ശരീരാവയവങ്ങൾ മുഴുവനും ചലിക്കുന്നുണ്ട്. താഴത്തെ ചുണ്ടിനെ അമർത്തിക്കടിച്ചിരിക്കുന്നു. കോപാവേശത്താൽ കലങ്ങിമറിഞ്ഞ് തീക്കട്ട പോലെ ഇരിക്കുന്ന കണ്ണുകളിൽ നിന്ന് പുറപ്പെടുന്ന പുക വ്യാപിച്ച് ധൂമ്രവണ്ണമായിരിക്കുന്ന ആകാശത്തിലേക്ക് ദൃഷ്ടിയെ വ്യാപിപ്പിച്ചു. ഭയങ്കരങ്ങളായ ദംഷ്ട്രകളോടുകൂടിയ തുറിച്ച നോട്ടത്താലും വളഞ്ഞ പുരികങ്ങളാലും മുഖത്തു നോക്കാൻ പോലും മറ്റുള്ളവർക്ക് സാധിക്കുകയില്ല. ഈ വിധം ഭാവപ്പകർച്ചയോടുകൂടി സദസ്സിൽ പ്രവേശിച്ചു. പരാക്രമത്തെ സൂചിപ്പിക്കുന്ന വിധത്തിൽ ശൂലം ഉയർത്തിപ്പിടിച്ച് അസുരന്മാരോട് ഇപ്രകാരം പറഞ്ഞു. ഭോ ഭോ ദാനവദൈതേയ ദ്വിമൂർത്തസ്ത്രശ്യ ശംബര ശതബാഹോ ഹയഗ്രീവ നമുജേ പാകയില്വല വിപ്രചിത്തേ മമ വജ പുലോമൻ ശകുനാദയഃ ശൃണുതാനന്തരം സർവേ ക്രിയതാമാശുമാചിരം. അല്ലയോ ദാനവദൈതേയന്മാരെ, ഹേ ദ്വിമൂർധാവേ, ത്രക്ഷ്യ, ശംബര, ശതബാഹോ, ഹയഗ്രീവ, നമുജെ, പാക, ഇല്വല, വിപ്രജിത്തെ, പുലോമൻ, ശകുനാദികളെ, നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് മനസ്സിരുത്തി കേൾക്കുകയും കാലതാമസം ഒട്ടും വരുത്താതെ അപ്രകാരം പ്രവർത്തിക്കുകയും വേണം. സപ്നേർക്കാദിദക്ഷുദ്രൈർഭ്രാതാ മേ ദൈതസുഹൃത് പാർഷണിഗ്രാഹേണ ഹരിണ സമേനാപ്യുവതാവനൈഃ. ശ്രീഹരി എല്ലാവരിലും സമഭാവനയുള്ളവനാണെങ്കിലും ദേവന്മാർ അവനെ ബഹുപ്രകാശത്തിൽ ഭജിക്കുക നിമിത്തം അവർക്ക് സഹായിയായി ഭവിച്ചു. നമ്മുടെ ശത്രുക്കളും ഒന്നിനും കൊള്ളരുതാത്തവരുമായ ആ ദേവന്മാർ സഹായിയായ ആ ഹരിയെ കൊണ്ട് എൻ്റെ ആജ്ഞയെ സാദരം പരിപാലിക്കുന്ന ഹിതകാരിയും പ്രിയനുമായ സഹോദരനെ വധിപ്പിച്ചു. തുച്ഛന്മാരായ ദേവന്മാർക്ക് നേരിട്ട് വധിപ്പാൻ ഒരു കാലത്തും സാധിക്കുകയില്ല. സമസ്വഭാവനായ ഹരി എൻ്റെ സഹോദരനെ വധിച്ചത് സ്വന്തമായ ആവശ്യത്തിനല്ല, ദേവന്മാരുടെ ഭജനവിധികൾ നിമിത്തം അവർക്ക് വശനായിട്ട് ഇപ്രകാരം ചെയ്തതാണ്. തസ്യ തെക്തസ്വഭാവസ്യ ഗൃണേർമായ വനൗകസഃ ഭജന്തം ഭജമാനസ്യ ബാലസ്യേവ സ്ഥിരാത്മനഃ മച്ചൂലഭിന്നഗ്രീവസ്യ ഭൂരിണാ രുധിരേണ വൈ രുധിരപ്രിയം തർപ്പയിഷ്യേ ഭ്രാതരം മേ ഗതവ്യതഃ. ദേവന്മാർക്കു വേണ്ടി എൻ്റെ സഹോദരനെ വധിച്ച ഹരിയുടെ കണ്ടത്തെ എൻ്റെ ശൂലം കൊണ്ട് മുറിച്ച് അതിൽ നിന്നൊഴുകുന്ന അധികരിച്ച രക്തത്താൽ രുധിരപ്രിയനായ എൻ്റെ സഹോദരന് തർപ്പണം ചെയ്തിട്ട് എൻ്റെ വ്യസനം തീർക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീഹരി സർവേശ്വരനല്ലേ, എനിക്കവനെ ഹനിപ്പാൻ കഴിയുമോ എന്ന ശങ്ക നിങ്ങൾക്ക് വേണ്ട. അവൻ്റെ ഈശ്വരത്വം നശിച്ചിരിക്കുന്നു. എങ്ങനെയെന്നാൽ സമത്വമാണ് ഈശ്വര ലക്ഷണം. ആ സ്വഭാവത്തെ ഉപേക്ഷിച്ചതുകൊണ്ട് ഈശ്വരത്വം നശിച്ചു. സേവിക്കുന്നവനെ മാത്രം സ്നേഹിക്കുക എന്നത് ബാലസ്വഭാവമാകുന്നു. തേജോമയനല്ലേ, ഹനിപ്പാൻ സാധിക്കുമോ എന്നും വിചാരിക്കേണ്ട. കാപട്യം കാട്ടുന്നവരുടെ തേജസ്സും നശിക്കും. കപടമായിട്ടാണ് വരാഹരൂപം ധരിച്ചത്. അതുകൊണ്ട് അസ്ഥിര സ്വഭാവനായ ഹരിയെ വധിപ്പാൻ ഞാൻ ശക്തനാണെന്ന് നിങ്ങൾ ഉറച്ചുകൊള്ളുവിൻ. അങ്ങനെ ചെയ്താൽ മാത്രമേ എൻ്റെ കോപവും വ്യസനവും അടങ്ങുകയുള്ളൂ. തസ്മിൻ കൂടേ ഹിതേ നഷ്ടേ കൃത്തമൂലേ വനസ്പതൗ വിടബായി വശുഷ്യന്തി വിഷ്ണുപ്രാണാദിവൗകസഃ. ദേവന്മാരല്ലയോ നമ്മുടെ ശത്രുക്കൾ, അവരെയല്ലേ വധിക്കേണ്ടത്. വിഷ്ണുവിനെ വധിച്ചാലും ദേവന്മാരുള്ളതുകൊണ്ട് നമുക്ക് പിന്നെയും അവരിൽ നിന്ന് ഉപദ്രവം നേരിടാതിരിക്കുമോ എന്നും നിങ്ങൾ ആലോചിക്കേണ്ട.
അറിയുവാൻ കഴിയാത്ത വിധം പലവിധം കപടപ്രവൃത്തികൾ കൊണ്ട് ദേവന്മാരെ സഹായിക്കുന്ന വിഷ്ണു നശിച്ചുവെന്ന് വന്നാൽ വിഷ്ണുവാകുന്ന ജീവനോപായത്തോടുകൂടിയ ദേവന്മാർ വേരുമുറിഞ്ഞ മരത്തിൻ്റെ ശാഖകൾ എന്ന പോലെ ശീഘ്രം നശിക്കും. ഓരോ കൊമ്പും മുറിക്കുവാൻ പരിശ്രമിക്കുകയല്ല വേണ്ടത്. മരത്തിൻ്റെ വേരു മാത്രം മുറിച്ചാൽ കൊമ്പുകൾ ഉണങ്ങിക്കൊള്ളും. താവദ്യാദഭുവം യൂയം വിപ്രക്ഷത്ര സമേതിദാം സൂദയദ്വം തപോ യത്ന സ്വാധ്യായ വ്രതദാനിനഃ. വിഷ്ണുവിനെ വധിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹം സാധിക്കുന്നതുവരെ അതിനനുകൂല വ്യാപാരം ചെയ്യുവാൻ ഒരുക്കമുള്ള നിങ്ങൾ ഉടനെ ഭൂലോകത്തേക്ക് പോകുവിൻ. ബ്രാഹ്മണർ, ക്ഷത്രിയർ ഇവരാണ് ഭൂമിയിൽ ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുന്നവർ. അതുകൊണ്ട് അവരെയും തപസ്, യാഗം, വേദാധ്യയനം, ഉപവാസാദി വ്രതങ്ങൾ, ദാനങ്ങൾ എന്നീ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും ഹനിക്കുവിൻ. വിഷ്ണുർദ്വിജക്രിയാമൂലോ യത്നോ ധർമ്മമയ പുമാൻ ദേവർഷി പിതൃഭൂതാനാം ധർമ്മസ്യ ജ പരായണം. ബ്രാഹ്മണർ അനുഷ്ഠിക്കുന്ന ധർമ്മങ്ങളാണ് വിഷ്ണുവിൻ്റെ പ്രധാന അവയവം. ധർമ്മസ്വരൂപമായ യത്നം തന്നെയാണ് വിഷ്ണു. ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ, ഭൂതങ്ങൾ, ധർമ്മം ഇവരുടെ ആശ്രയഭൂതനും വിഷ്ണു തന്നെ. ബ്രാഹ്മണാദികൾ എന്നെ ആശ്രയിക്കാതെ വിഷ്ണുവിനെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ടും വിഷ്ണു സ്വരൂപമായ യത്നത്തെ നടത്തുന്നവരായതുകൊണ്ടും അവരെ ഹനിച്ചാൽ സഹായികളുടെ വധനിമിത്തം ക്ലേശിക്കുന്ന വിഷ്ണുവിനെ നിഷ്പ്രയാസം ഹനിക്കാം. ശത്രുവിനെ ജയിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ ഒന്നാമതായിട്ട് ശത്രു സഹായികളെയും ശത്രുവിനെ ആശ്രയിച്ചവരെയുമാണ് വധിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ബ്രാഹ്മണാദി വധത്തിനായി ഒരുങ്ങി ഭൂമിയിലേക്ക് പോകുവിൻ. എത്ര എത്ര ദ്വിജാഗാവോ വേദാവർണാശ്രമാ ക്രിയാഃ തം തം ജനപദം യാത സന്ദീപയദവൃശ്ചത. അവിടെ ഏതേത് ദിക്കിൽ ബ്രാഹ്മണരും പശുക്കളും വർണ്ണാശ്രമാദികളെ ആസ്പദിച്ചുള്ള ക്രിയകളും നടക്കുന്നുണ്ടോ അതാത് ദിക്കുകളിൽ, ദേശങ്ങളിൽ നിങ്ങൾ പ്രവേശിച്ചിട്ട് അവരെയെല്ലാം വധിക്കണം. ഗ്രാമങ്ങൾ തീവെച്ച് നശിപ്പിക്കുകയും ഉപജീവന പദാർത്ഥങ്ങളെ ജനിപ്പിക്കുന്ന വൃക്ഷസസ്യാദികളെ മുറിച്ചുകളയുകയും വേണം. ഇതാണ് എനിക്ക് നിങ്ങളോട് ചെയ്യുവാനുള്ള പരമോപദേശം. ഇതിതേ ഭർതൃനിർദ്ദേശമാദായ ശിരസാധൃതാഃ തഥാ പ്രജാനാം കഥനം വിദതു കഥനപ്രിയാഃ. അസുരന്മാരുടെ സ്വഭാവം തന്നെ പരോപദ്രവം ചെയ്യലാണ്. സ്വാമി കൽപ്പനയും കൂടി സിദ്ധിച്ചപ്പോൾ അതിസന്തുഷ്ടരായ അവർ ആദരപൂർവം സ്വാമ്യാജ്ഞ ശിരസാ സ്വീകരിച്ചു. കൽപ്പന പ്രകാരം പ്രജകളെ ഉപദ്രവിച്ചു തുടങ്ങി. പുരഗ്രാമവ്രജോദ്യാന ക്ഷേത്രാരാമാശ്രമാകരാൻ കേടകർവടഘോഷാംശ്ച ദദഹു പത്തനാനി ച. മാളികകളോട് കൂടിയ നഗരങ്ങൾ, ഒറ്റനില വീടുകളടങ്ങിയ ഗ്രാമങ്ങൾ, പശുക്കളുടെ വാസസ്ഥാനങ്ങൾ, പുഷ്പപ്രധാനമായിരിക്കുന്നതും ഉദ്യാനമെന്ന് പറയപ്പെടുന്നതുമായ വനം, നെല്ല്, ഗോതമ്പ്, ചാമ, തിന മുതലായ ധാന്യങ്ങൾ ഉണ്ടാകുന്നതും ക്ഷേത്രമെന്ന് പറയപ്പെടുന്നതുമായ കൃഷിസ്ഥലങ്ങൾ, ബലപക്വാദികൾ, പ്രധാനമായുണ്ടാകുന്ന വൃക്ഷങ്ങൾ അധികമുള്ള ആരാമങ്ങൾ, ഋഷികളുടെ വാസസ്ഥാനങ്ങളായ ആശ്രമങ്ങൾ, രത്നാദികളെടുക്കുന്ന ആകരങ്ങൾ, കൃഷിക്കാരുടെ വാസഭൂമികൾ, മലഞ്ചെരിവുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഗ്രാമങ്ങൾ, ഇടയരുടെ നിവാസസ്ഥാനങ്ങൾ, രാജധാനികൾ എന്നിവയെ ദഹിപ്പിച്ചു. കേചിത് ഗനിത്രൈർബിബുദുഃ സേതുപ്രാകാരഗോപുരാൻ ആജീവാംശ്ചിച്ഛിദുർവൃക്ഷാൻ കേചിത് പരശുപാണയഃ പ്രാതഹൻ ശരണ്യാന്യേ പ്രജാനാം ജ്വലിതോൽമുഖൈഃ. ഹിരണ്യകശിപുവിൻ്റെ ഭൃത്യന്മാരിൽ ചിലർ കുഴികുത്തി കട്ടപ്പാര, കൈക്കോട്ട് മുതലായ ആയുധങ്ങളെക്കൊണ്ട് കൃഷിക്ക് ഉപയോഗിക്കാൻ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന അണക്കെട്ടുകൾ, വീടുകൾക്ക് അതിർത്തിയായി നിശ്ചയിച്ചിരിക്കുന്ന മതിലുകൾ, ഗോപുരങ്ങൾ മുതലായവ കുത്തിപ്പൊളിക്കുന്നതിൽ ഏർപ്പെട്ടു. വേറെ ചിലർ മാവ്, പ്ലാവ് മുതലായ വൃക്ഷങ്ങളെ മഴു, കോടാലി, മടവാൾ എന്നിങ്ങനെയുള്ള ആയുധങ്ങൾ കൊണ്ട് മുറിച്ചു വീഴ്ത്തി. മറ്റു ചിലർ തീക്കൊള്ളികളും കയ്യിലെടുത്തുകൊണ്ട് ജനങ്ങൾ വസിക്കുന്ന ഭവനങ്ങളെ നിശേഷം ദഹിപ്പിച്ചു തുടങ്ങി. ഏവം വിപ്രകൃതേ ലോകേ ദൈത്യേന്ദ്രാനുചരേർമുഹുഃ ദിവം ദേവാ പരിത്യജ്യ ഭുവി ചേരുരലക്ഷിതാഃ. ഹിരണ്യകശിപുവിൻ്റെ ഭൃത്യന്മാർ ഇപ്രകാരം ലോകത്തെ ഇടവിടാതെ ഉപദ്രവിച്ചു തുടങ്ങിയപ്പോൾ യാഗാദികർമ്മങ്ങൾ മുടങ്ങി. ദേവന്മാർ യാഗഭാഗം ലഭിക്കാത്തതുകൊണ്ട് ഭൂലോകത്തിൽ മറ്റാർക്കും കാണുവാൻ സാധിക്കാത്ത വിധത്തിൽ സഞ്ചരിച്ചു. ഹിരണ്യകശിപുർഭ്രാതുഃ സംവരേതസ്യ ദുഃഖിതഃ കൃത്വാ കടോദകാദീനി ഭ്രാതൃപുത്രാനസാന്ത്വയത്. ഭൃത്യന്മാർ ഭൂലോകത്തിൽ കൊള്ള ചെയ്തുകൊണ്ടിരിക്കെ ഹിരണ്യകശിപു ഭ്രാതൃമരണം നിമിത്തം ദുഃഖിക്കുന്നവനായിരുന്നുവെങ്കിലും
ഭ്രാതാവിനെ ഉദ്ദേശിച്ചു നടത്തേണ്ട ഉദകക്രിയ, പ്രേതശ്രാദ്ധം മുതലായ കർമ്മങ്ങൾ നടത്തിയ ശേഷം സഹോദരൻ്റെ പുത്രന്മാരെ സമാശ്വസിപ്പിച്ചു. ശകുനീം ശംഭരം ദൃഷ്ടം ഭൂതസന്താപനം മൃഗം കാലനാഭം മഹാനാഭം ഹരിശ്മശ്രുമദോത്കജം തന്മാതരം രുഷാഭാനും ദിദീം ച ജനനീം ഗിര ശ്ലക്ഷണയാ ദേശകാലജ്ഞ ഇതമാഹ ജനേശ്വരഃ. ദേശകാലാവസ്ഥകൾ അനുസരിച്ച് സംസാരിക്കാൻ സമർത്ഥനായ ഹിരണ്യകശിപു ശകുനി, ശംഭരൻ, ദൃഷ്ടൻ, ഭൂതസന്താപനൻ, വൃഗൻ, കാലനാഭൻ, മഹാനാഭൻ, ഹരിശ്മശ്രു, ഉത്കജൻ മുതലായ സഹോദരപുത്രന്മാരോടും രുഷാഭാനുവെന്നു പേരായ ഭ്രാതൃഭാര്യയോടും മാതാവായ ദിതിയോടും മൃദുവായ വചനത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു. ജ്യേഷ്ഠഭ്രാതാവിൻ്റെയും രാജാവിൻ്റെയും പുത്രൻ്റെയും നിലയിൽ ഇവരെ സമാശ്വസിപ്പിക്കേണ്ടത് സ്വന്തം ഭാരമാണെന്ന് അറിവുള്ളവനാണ് ഹിരണ്യകശിപു. ഹിരണ്യകശിപുരുവാച അംബാംബ ഹേ വധൂ പുത്ര വീരം അർഹദശോചിതും രിപോരഭിമുഖേ ശ്ലാഘ്യഃ ശൂരാണാം വദയീപ്സിതഃ. ഹിരണ്യകശിപു പറഞ്ഞു, ഹേ അമ്മേ, ഹേ വധു, ഹേ പുത്രന്മാരെ, വീരനായ എൻ്റെ സഹോദരനെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുത്. ശത്രുവിനോട് എതിരായുള്ള യുദ്ധത്തിൽ മരിക്കുന്നത് ശൂരന്മാർക്കിഷ്ടമാണ്. അപുത്രന്മാർക്കും കൂടി സ്വർഗപ്രാപ്തിക്കു കാരണവും ഇഹത്തിൽ കീർത്തികരവുമാകയാൽ സദ്ഗതി പ്രാപിച്ചവനെക്കുറിച്ച് നിങ്ങൾ ഖേദിക്കുന്നത് യുക്തമല്ല. ഭൂതാനാമിഹ സംവാസഃ പ്രപ്പായാമിവ സുവ്രതേ ദൈവേനൈകത്ര സ്നീതാനാം ഉന്നീതാനാം സ്വകർമ്മഭിഃ. ഹേ സുവ്രതേ, മരിച്ചവന് സദ്ഗതി ലഭിച്ചാലും നമ്മുടെ ഒരു ബന്ധു നശിച്ചില്ലയോ എന്ന് ചിന്തിച്ചും ഖേദിക്കേണ്ട. പ്രാണികളെ തമ്മിൽ ദൈവം യോജിപ്പിക്കുകയും പിരിക്കുകയും ചെയ്യുന്നത് അവരുടെ കർമ്മങ്ങളനുസരിച്ചാകയാൽ തണ്ണീർപ്പന്തലിൽ വന്ന് ചേർന്ന് പിരിഞ്ഞു പോകുന്നത് പോലെ ഇഹലോകത്തിലെ ചേർച്ചയ്ക്കും വേർപാടിനും സ്ഥിരതയില്ല. ഒരിക്കൽ ചേരും, ഒരിക്കൽ പിരിയും. ഇതിൽ മോദഖേദങ്ങൾ കൂടാതെയിരിക്കണം. വ്രതാദികളാൽ അന്ധകരണശുദ്ധിയുള്ള അമ്മയ്ക്കിതറിയാത്തതല്ലല്ലോ. നിത്യ ആത്മാവ്യയശുദ്ധഃ സർവഗ സർവവിത്പരഃ ദത്തേ സാവാത്മനോ ലിംഗം മായയാ വിസൃജൻ ഗുണാൻ. ഹേ അമ്മേ, ആത്മാവ് ദേഹത്തിൽ നിന്ന് ഭിന്നനായതുകൊണ്ട് മരണം, അപക്ഷയം, മാലിന്യം മുതലായ ദേഹധർമ്മങ്ങളൊന്നുമില്ലാത്തവനാകുന്നു. എന്നും നശിക്കാത്തവൻ, അപക്ഷയമില്ലാത്തവൻ, രാഗാദി ദോഷങ്ങളിൽ ഇല്ലാത്തവൻ, സർവത്ര പരിപൂർണൻ, എല്ലാം അറിയുന്നവൻ, ആത്മശക്തിയായ അവിദ്യയെ അംഗീകരിച്ചതുകൊണ്ട് ഗുണകാര്യങ്ങളായ ശരീരങ്ങളെ ഞാനെന്ന് അഭിമാനിക്കുക നിമിത്തം സംസാര ബന്ധമുള്ളവൻ എന്ന പോലെ തോന്നുന്നതാകുന്നു. അതുകൊണ്ട് മരിച്ചുപോയല്ലോ, കൃശനായല്ലോ, പിരിഞ്ഞുപോയല്ലോ, അജ്ഞനായല്ലോ എന്നിങ്ങനെ വിചാരിച്ച് ഖേദിപ്പാൻ അവകാശമില്ല. യഥാംബസാ പ്രജലദാ തരവോഭിചലായിവ ചക്ഷുഷാ ഭ്രാമ്യമാണേന ദൃശ്യതേ ചലതീവ ഭൂഃ. അവിദ്യാസംബന്ധ നിമിത്തമാണ് ആത്മാവിന് സംസാരബന്ധമുള്ളതുപോലെ തോന്നുന്നതെന്ന് പറഞ്ഞതിനെ ദൃഷ്ടാന്തപ്പെടുത്തി കാണിക്കുന്നു. ചലിച്ചുകൊണ്ടിരിക്കുന്ന ജലത്തിൽ പ്രതിബിംബിച്ചു കാണുന്ന കരയ്ക്കുള്ള വൃക്ഷങ്ങൾ ചലിക്കുന്നവയോ എന്ന് തോന്നുന്നു. വൃക്ഷങ്ങൾ ചലിക്കുന്നില്ല. ജലചലനം നിമിത്തം ജലത്തിൽ പ്രതിബിംബിച്ചു കാണുന്ന കരയ്ക്കുള്ള വൃക്ഷങ്ങൾ ചലിക്കുന്നത് പോലെ തോന്നുന്നതിനാൽ ഉപാധിധർമ്മം ഉപഹിതധർമ്മം പോലെ സൂക്ഷ്മാലോചനയില്ലാത്തവർക്ക് തോന്നും. അതുപോലെ തന്നെ കാണുന്നവനിലുള്ള ധർമ്മം കാണപ്പെടുന്ന വസ്തുവിലുള്ളതുപോലെയും തോന്നും. അതിനു ദൃഷ്ടാന്തം പരിഭ്രമ സ്വഭാവമുള്ള നേത്രത്താൽ നോക്കുന്ന ഭൂമി ചുറ്റിത്തിരിയുന്നുവോ എന്ന് തോന്നും. ഭ്രമണം നേത്രം കൊണ്ട് കാണപ്പെടുന്ന ഭൂമിയിലല്ല, കാണുന്ന നേത്രത്തിലാണ് ഇരിക്കുന്നത്. ഏവം ഗുണൈർഭ്രാമ്യമാണേ മനസ്യ വികലപ്പുമാൻ യാതി തത്സാമ്യതാം ഭദ്രേ ഹെലിംഗോ ലിംഗവാനിവ. സത്വാദി ഗുണങ്ങളോട് സംബന്ധിച്ചിരിക്കുന്ന മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സാകുന്ന ഉപാധിയിൽ പ്രതിഫലിച്ചിരിക്കുന്ന ഉപഹിത ചൈതന്യം ജീവാത്മാവ് മനസ്സാമ്യതയെ, ചലനതയെ വഹിക്കുന്നു. ദേഹാധ്യാസം നിമിത്തം ദേഹവാനെന്നും വിചാരിക്കുന്നു. വാസ്തവത്തിൽ പരിപൂർണനും ദേഹസംബന്ധം ഇല്ലാത്തവനുമാകുന്നു. ഏഷ ആത്മവിപര്യാസോ ഹലിംഗേ ലിംഗഭാവന ഏഷ പ്രിയാ പ്രിയേർയോഗോ വിയോഗ കർമ്മ സംസൃതി. ശരീരസംബന്ധമില്ലാതെ നിത്യാനന്ദ സ്വരൂപനായ ആത്മാവ് ശരീരസംബന്ധം ഉള്ളവനാണെന്ന് ഭാവിക്കുന്നത് യാതൊന്നോ ഇതുതന്നെയാകുന്നു അജ്ഞാനമെന്ന് പറയപ്പെടുന്നത്. ഇത് നിമിത്തമാണ് പ്രിയവസ്തുക്കളോട് വേർപാടും അപ്രിയ വസ്തുക്കളോട് സംയോഗവും
പുണ്യപാപ കർമ്മങ്ങളും സ്വർഗ നരകാദി ലോകങ്ങളിൽ പോക്കുവരവും ജനനവും മരണവും ആത്മാവിനുണ്ടെന്ന് വിചാരിക്കുന്നത്. സംഭവശ്ച വിനാശശ്ച ശോകശ്ച വിവിധ സ്മൃതഃ അവിവേകശ്ച ചിന്താച വിവേകാസ്മൃതിരേവച. ഈ അധ്യാസം നിമിത്തം തന്നെ ജനനവും മരണവും ബഹുവിധ ദുഃഖങ്ങളും ആത്മാവിനെ തിരിച്ചറിയായ്മയും അഥവാ ചിലപ്പോൾ തിരിച്ചറിവുണ്ടായാൽ തന്നെ ഉടനെ മറവിയും പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള നിരന്തര വിചാരവും ഉണ്ടാകുന്നത്. അത്രാപ്യുദാഹാരന്തി ഇതിഹാസം പുരാതനം യമസ്യ പ്രേതബന്ധൂനാം സംവാദം തം നിബോധത. ശാസ്ത്രപ്രകാരം ആത്മസ്വരൂപം നിരൂപണം ചെയ്തുകൊണ്ട് ദുഃഖത്തിന് അവകാശമില്ലെന്ന് ബോധിപ്പിച്ചതിനെ ഉറപ്പിക്കുവാനായി പണ്ടുണ്ടായ ഒരു കഥ പറഞ്ഞു കേൾപ്പിക്കുന്നു. ശോകത്തിന് കാരണമില്ലാത്തതുകൊണ്ടും ശോകം അനർത്ഥകാരണമായതുകൊണ്ടും വൃഥാക്ലേശം അനുചിതമാണെന്ന് കാണിപ്പാൻ പൂർവന്മാർ ഒരു കഥ പറയാറുണ്ട്. യമനും മരിച്ചുപോയ ഒരുവൻ്റെ ബന്ധുക്കളും തമ്മിലുണ്ടായ ഒരു സംവാദമാണത്. ഞാനത് പറയാം, കേൾക്കുവിൻ. ഉശീനരേഷ്വഭൂദ്രാജ സുയത്നൈതി വിശ്രുതഃ സപ്തനേർനിഹതോ യുദ്ധേ നാദയസ്തമുപാസത. ഉശീനര രാജ്യത്തിൽ സുയത്നൻ എന്നു പേരായ കീർത്തിപ്പെട്ട ഒരു രാജാവുണ്ടായിരുന്നു. യുദ്ധത്തിൽ ശത്രുക്കൾ അദ്ദേഹത്തെ വധിച്ചു. ശവശരീരത്തിൻ്റെ നാലുപാടും ജ്ഞാതികൾ വന്നിരുന്നു. വിശീർണരത്നകവചം വിഭ്രഷ്ടാഭരണസ്രജം ശരനിർഭിന്ന ഹൃദയം ശയാനമസൃഗാവിലം പ്രകീർണകേശം ദ്വസ്താക്ഷം രഭസാദഷ്ടദച്ഛദം രജകുണ്ടമുഖാംഭോജം ചിന്നായുധഭുജം മൃദേ. ദേഹത്തിൽ ധരിച്ചിരിക്കുന്ന രത്നമയമായ കവചം ഛിന്നഭിന്നമായും ആഭരണങ്ങളും മാലയും അവിടവിടെ ചിതറിയും ശരത്താൽ മാറിടം മുറിക്കപ്പെട്ടും ശരീരം മുഴുവനും രക്തം പുരണ്ടും തലമുടി അഴിഞ്ഞും കണ്ണുകൾ തുറിച്ചും കോപത്താൽ ചുണ്ടുകടിച്ചും താമരപ്പൂ പോലെ കോമളമായ മുഖത്തിൽ ഭൂരേണുക്കൾ വ്യാപിച്ചും ആയുധവും കൈകളും ശത്രുക്കളുടെ ശരങ്ങളാൽ ഖണ്ഡിക്കപ്പെട്ടും കൊണ്ട് യുദ്ധഭൂമിയിൽ കിടക്കുന്ന രാജാവിൻ്റെ സമീപത്താണ് ജ്ഞാതികൾ വളഞ്ഞുകൂടിയിരിക്കുന്നത്. ഉശീനരേന്ദ്രം വിധിനാ തഥാകൃതം പതിം മഹിഷ്യ പ്രസമീക്ഷ്യ ദുഃഖിതാഃ ഹതാസ്മനാദേതി കരേരുരോ വൃശം ഗ്നന്ദ്യോ മുഹുസ്തദത് പദയോരുപാപതൻ. പ്രാരബ്ധം നിമിത്തം ഈ സ്ഥിതിയെ പ്രാപിച്ചിരിക്കുന്ന ഉശീനര രാജാവായ ഭർത്താവിനെ രാജഭാര്യമാർ കണ്ടിട്ട് അസഹ്യ ദുഃഖത്തോടുകൂടി, ഹേ നാഥ, അങ്ങ് ഈ അവസ്ഥയിലായതിനാൽ ഞങ്ങളും ശത്രുക്കളാൽ ഹനിക്കപ്പെട്ടവരായി എന്നു പറഞ്ഞ് കൈകൾ കൊണ്ട് മാറിടത്തിൽ അധികം അടിച്ചു. രാജാവിൻ്റെ പാദങ്ങളുടെ അരികെ നാലു ഭാഗത്തും വീണ്ടും വീണു. രുദ്രത്യ ഉച്ചേർദൈതാംഘ്രി പങ്കജം സിഞ്ചന്ത്യ അസ്രൈ കുജകുങ്കുമാരുണൈഃ വിസ്രസ്തകേശാഭരണാശുജം നൃണാം സൃജന്ത്യ ആക്രന്ദനയാ വിലേഭിരേ. അവർ ഉച്ചത്തിൽ കരഞ്ഞു തുടങ്ങി. കണ്ണിൽ നിന്ന് വീഴുന്ന വെള്ളം ആദ്യം കുജതടങ്ങളിൽ തട്ടുന്നതുകൊണ്ട് കുജ കുങ്കുമ സമ്പർക്കത്താൽ അരുണനിറമുള്ളതായിത്തീർന്നു. അപ്രകാരമിരിക്കുന്ന നേത്രജലത്താൽ ഭർത്തൃപാദങ്ങളെ നനച്ചു. അവർ ധരിച്ചിരുന്ന ആഭരണങ്ങളും തലമുടികളും അഴിഞ്ഞു നാലു ഭാഗത്തും ചിന്നിച്ചിതറിക്കിടക്കുന്നു. ആ അവസ്ഥ കാണുന്നവരെ കൂടി വ്യസനിപ്പിക്കുവാൻ തക്ക സ്ഥിതിയിലായിരിക്കുന്ന ആ രാജസ്ത്രീകൾ പലതും പറഞ്ഞ് ഉറക്കെ കരഞ്ഞു തുടങ്ങി. അഹോ വിധാത്ര കരുണേന പ്രഭോ ഭവാൻ പ്രണീതോ ദൃഗഗോചരാം ദശാം ഉശീനരാണാമസി വൃത്തിദ പുരാ കൃതോധുനായേന ശുചാം വിവർദ്ധനഃ. ഹേ പ്രഭോ, കരുണയില്ലാത്ത ബ്രഹ്മദേവൻ്റെ പ്രവൃത്തി മഹാകഷ്ടം തന്നെ. ഞങ്ങളുടെ ദൃഷ്ടികൾക്ക് വിഷയമല്ലാത്ത അവസ്ഥയെ ഭവാനെ പ്രാപിപ്പിച്ചുവല്ലോ. യാതൊരുവൻ അങ്ങയെ ഉശീനര രാജ്യവാസികൾക്ക് ഉപജീവനം നൽകാനായി നിശ്ചയിച്ചുവോ, ആ ബ്രഹ്മാവ് തന്നെ ഇപ്പോൾ അങ്ങയെ അവർക്ക് ദുഃഖത്തെ വർദ്ധിപ്പിക്കുന്നവനായിട്ടും ചെയ്തിരിക്കുന്നു. അതിനാൽ ബ്രഹ്മാവ് കരുണയില്ലാത്തവൻ തന്നെ. ത്വയാ കൃതജ്ഞേന വയം മഹീപദേ കഥം വിനാസ്യാമ സുഹൃത്തമേനദേ തത്രാനുയാനാം തവ വീരപാദയോഃ ശുശ്രൂഷിതീനാം ദിശയത്ര യാസ്യസി. ഹേ മഹീപദേ, അങ്ങയുടെ അദർശനം ഞങ്ങൾക്കു മാത്രമല്ല ഭൂലോകവാസികൾക്കെല്ലാം ദുഃഖകാരണം തന്നെ. ഞങ്ങൾ അങ്ങയിൽ ചെയ്യുന്ന പരിചര്യയെ നന്നായി അറിഞ്ഞ് ഞങ്ങളുടെ പരമസുഹൃത്തായിരിക്കുന്ന അങ്ങയോടുകൂടാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഹേ വീര, അങ്ങ് ഏത് ദിക്കിലേക്ക് പോയിരിക്കുന്നുവോ അങ്ങയുടെ പാദശുശ്രൂഷ ചെയ്യുന്നവരായ ഞങ്ങളെയും ആ ദിക്കിലേക്ക് വരുവാനായി കൽപ്പന തരിക. ഏവം വിലപദീനാം വൈ പരിഗൃഹ്യ മൃദം പതിം അനിച്ഛതീനാം നിർഹാരമർക്കോസ്തം സന്യവർത്തത
മരിച്ചു കിടക്കുന്ന ഭർത്തൃശരീരത്തെ കെട്ടിപ്പിടിച്ച് ഇപ്രകാരം കരയുന്ന രാജഭാര്യമാർ ശവസംസ്കാരം ചെയ്യാൻ അനുവദിക്കാതെ ഇരിക്കുന്ന സമയത്തിൽ സൂര്യനും ഇവരുടെ ദുഃഖാധിക്യം കാണാൻ കഴിയാത്തവനോ എന്നു തോന്നുമാർ അസ്തമിച്ചു. തത്രഹ പ്രേതബന്ധൂനാം ആശ്രുത്യ പരിദേവിതം ആഹതാൻ ബാലകോ ഭൂത്വ യമസ്വയമുപാഗതഃ. മരിച്ചുപോയ ആ രാജാവിൻ്റെ ബന്ധുജനം ഇപ്രകാരം വിലപിക്കുന്നത് കേട്ട് സാക്ഷാൽ യമൻ ഒരു ബാലൻ്റെ രൂപം ധരിച്ചവിടെ അവരുടെ സമീപത്ത് വന്നു. അവരോട് ഇപ്രകാരം പറഞ്ഞു: സ്ത്രീസന്നിധിയിൽ യുവജനപ്രവേശം അയോഗ്യമാകയാൽ ബാലകരൂപേണ പ്രവേശിച്ചു. യമ ഉവാച: അഹോ അമീഷാം വയസാധികാനാം വിപശ്യതാം ലോകവിധിം വിമോഹഃ യത്രാഗതസ്തത്ര ഗതം മനുഷ്യം സ്വയം സധർമ്മ അഭിശോചന്ത്യപാർത്ഥം. യമൻ പറഞ്ഞു: ഇവരുടെ അറിവില്ലായ്മ കുറേ കവിഞ്ഞതു തന്നെ. കഷ്ടം! ജനനവും മരണവും ലോകത്തിൻ്റെ സ്വഭാവമാണെന്ന് നന്നായി കണ്ടറിയുവാൻ തക്കവിധം ഞങ്ങളെക്കാൾ വയസ്സധികരിച്ചുമിരിക്കുന്നുണ്ട്. തങ്ങളും ഇതുപോലെ പോവാനുള്ളവരാണ്. മനുഷ്യൻ ഏതിൽ നിന്ന് വന്നുവോ അവിടേക്ക് തന്നെയാണ് പോകുന്നതും. വന്ന ദിക്കിലേക്ക് പോയിരിക്കുന്ന ആളെക്കുറിച്ച് വ്യസനിക്കുന്നതിൽ പ്രയോജനം എന്തിരിക്കുന്നു? നിരർത്ഥകമാണ് ദുഃഖമെന്നുകൂടി ഇവർ അറിയാത്തതാണ് അത്യാശ്ചര്യം. അഹോ വയം ധന്യതമായ ദത്ര തെക്താ പിതൃഭ്യാം ന വിചിന്തയാമഹ അഭക്ഷ്യമാണ അബലാവൃഗാദിഭിഃ സരക്ഷിത രക്ഷതി യോ ഹി ഗർഭേ. ഞങ്ങൾ ബലഹീനന്മാരായ ബാലന്മാരാണെങ്കിലും ഇവരെ നോക്കുമ്പോൾ അതിധന്യന്മാർ തന്നെ നിശ്ചയം. എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കാൻ അധികാരികളായ മാതാപിതാക്കന്മാർ ഈ ഘോര സംസാരവനത്തിൽ ഞങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നുവെങ്കിലും ആരു ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ള വിചാരം ഞങ്ങൾക്കില്ല. ചെന്നായ്ക്കൾ മുതലായ ദുഷ്ടസത്വങ്ങൾ ഞങ്ങളെ പിടിച്ചു ഭക്ഷിച്ചിട്ടുമില്ല. ഞങ്ങളിതാ ഈ കാട്ടിൽ സഞ്ചരിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നു. ഗർഭത്തിലിരുന്ന സമയം യാതൊരുവൻ രക്ഷിച്ചുവോ അവൻ തന്നെ എല്ലാ ദിക്കിലും രക്ഷിക്കും. യയിച്ഛയേഷ സൃജതീദമവ്യയോ യയേവ രക്ഷത്യവലുംബതേയഃ തസ്യ ബലാഹ ക്രീഡനമാഹുരിശിദുശ്ചരാപചരം നിഗ്രഹ സംഗ്രഹേ പ്രഭുഃ. ആ രക്ഷകൻ ആരാണെന്ന് കാണിക്കുന്നു. നാശരഹിതനായ യാതൊരീശ്വരൻ സ്വേച്ഛാമാത്രത്താൽ ചരാചരങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ കാണപ്പെടുന്ന ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നുവോ? ഈ വിചാരശക്തിയില്ലാത്ത ഹേ അബലകളെ, ഈ ചരാചരാത്മക ലോകം ആ ലോകേശ്വരൻ്റെ കളിക്കോപ്പാണെന്ന് മഹാന്മാർ പറയുന്നു. അനുഗ്രഹിക്കാനും നിഗ്രഹിക്കാനും സമർത്ഥൻ അവൻ തന്നെയാണ്. പതിച്യുതം തിഷ്ടതി ദിഷ്ടരക്ഷിതം ഗൃഹേ സ്ഥിതം തദ്വിഹതം വിനശ്യതി ജീവത്യനാദോപി തദീക്ഷിതോ വനേ ഗൃഹേബി ഗുപ്തോസ്യ ഹതോ ന ജീവതി. ലോകത്തിൽ കാണപ്പെടുന്ന സർവ്വ വ്യവഹാരങ്ങളും ഈശ്വരാധീനങ്ങളാണെന്ന് അന്വയ വ്യതിരേകങ്ങളാൽ ഉറപ്പിക്കുന്നു. ഒരുവൻ്റെ കയ്യിൽ നിന്ന് ഏതാനുമൊരു സാധനം ബഹുജന സഞ്ചാരമുള്ള വഴിയിൽ വീണുവെന്ന് വിചാരിക്കുക. ആ സാധനം അതിൻ്റെ ഉടമസ്ഥന് തന്നെ ലഭിക്കണമെന്നാണ് ഈശ്വര സങ്കല്പമെങ്കിൽ മറ്റാരുടെ ദൃഷ്ടിയിലും അകപ്പെടാതെ അതവിടെ തന്നെ കിടക്കും. വീട്ടിൽ തന്നെ വെച്ച് സൂക്ഷിക്കപ്പെട്ടിരുന്നാലും ആ സാധനം ഉടമസ്ഥന് ലഭിക്കാതിരിക്കണമെന്നാണ് ദൈവമതമെന്ന് വരികിൽ സൂക്ഷിച്ച സ്ഥലം ഓർമ്മയില്ലാതെ പല ദിക്കിലും തിരയും കിട്ടുകയുമില്ല. ഒരു ശിശുവിനെ മാതാപിതാക്കന്മാർ ഏതോ ബലവത്തായ കാരണം നിമിത്തം നശിച്ചു പോകട്ടെ എന്ന വിചാരത്തോടുകൂടി കാട്ടിലെറിഞ്ഞുവെന്ന് വിചാരിക്കുക. ആ ശിശു ജീവിക്കണമെന്നാണ് ഈശ്വര സങ്കല്പമെങ്കിൽ ഏതോ ഒരു പുരുഷൻ അതിനെ എടുത്ത് സംരക്ഷിക്കാനിടവരും. നേരെ മറിച്ച് മാതാപിതാക്കന്മാർ ഗൃഹത്തിൽ തന്നെ വെച്ച് മണിമന്ത്രൌഷധികളാൽ സമയോചിത രക്ഷകൾ ചെയ്താലും ആ ശിശു ജീവിച്ചിരിക്കണമെന്ന് ദൈവകൽപ്പന ഇല്ലെന്നു വരികിൽ ജീവിക്കുകയില്ല നിശ്ചയം. ഭൂതാനി തൈസ്തൈർനിജയോനി കർമ്മഭിർ ഭവന്തി കാലേന ഭവന്തി സർവശഃ ന തത്ര ആത്മാ പ്രകൃതാവഭിസ്ഥിതസ്തസ്യ ഗുണൈരന്യതമോ നിബധ്യതേ. ആത്മാവിൻ്റെ ജനന മരണങ്ങളെ അംഗീകരിച്ച് പക്ഷേ അത് രണ്ടും ഈശ്വരാധീനമായിരിക്കയാൽ സന്തോഷ സന്താപം കൂടാതെ ഇരിക്കണമെന്ന് മുമ്പ് പറഞ്ഞ പദ്യങ്ങളാൽ സാധിച്ചു. ഇനിമേലുള്ള ചില പദ്യങ്ങൾ കൊണ്ട് ആത്മാവിന് ജനന മരണങ്ങളില്ല, ശരീരങ്ങളുണ്ടായി നശിക്കുന്നതേയുള്ളൂ എന്നാണ് സാധിക്കുന്നത്. ശരീരങ്ങൾ അവയുടെ ഉത്പത്തിക്ക് കാരണമായിരിക്കുന്ന ലിംഗശരീരത്താൽ അനുഷ്ഠിക്കപ്പെടുന്ന നാനാവിധ കർമ്മങ്ങളനുസരിച്ച് ചില കാലത്ത് ജനിക്കുകയും ചില കാലത്ത് നശിക്കുകയും ചെയ്യുന്നു. ദേവാസുര മനുഷ്യാദി ശരീരങ്ങളുടെ അവസ്ഥയും ഇതുതന്നെ. പ്രകൃതി കാര്യങ്ങളായ ശരീരങ്ങളിൽ വസിക്കുന്നുവെങ്കിലും ആത്മാവ് ദേഹധർമ്മങ്ങളായ ജന്മമരണാദികളോട് ചേരുന്നില്ല. ദേഹം ജനിക്കുമ്പോൾ ആത്മാവ് ജനിക്കുകയോ ദേഹം നശിക്കുമ്പോൾ ആത്മാവ് നശിക്കുകയോ ചെയ്യുന്നില്ല. കാരണം ആത്മാവ് ദേഹത്തിൽ നിന്നും അത്യന്തം വിലക്ഷണനാകുന്നു.
അതുകൊണ്ട് ദേഹധർമ്മങ്ങളായ ജന്മമരണാദികൾ ആത്മാവിനെ സംബന്ധിക്കുന്നില്ല. ഇദം ശരീരം പുരുഷസ്യ മോഹജം യഥാ പൃഥക് ഭൗതികമീയതേ ഗൃഹം യദൗദകൈ പാർത്ഥിവതൈജസൈർജനഃ കാലേന ജാതോ വികൃതോ വിനശ്യതി. ഞാൻ ചടച്ചവൻ, ഞാൻ തടിച്ചവൻ എന്നിങ്ങനെ ജനങ്ങൾ പറയുമ്പോൾ ആത്മാവ് ദേഹത്തിൽ നിന്നും വേറിട്ടവനാണെന്ന് തോന്നുന്നില്ലല്ലോ. അതിനെന്താണ് കാരണം? ആത്മാവിനെ ശരീരത്തിൽ നിന്ന് അറിയാതിരിക്കുന്നതായ മോഹം നിമിത്തം, അവിവേകം നിമിത്തം ദേഹം തന്നെ ഞാനെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് കാർഷ്യ സ്ഥൗല്യാദിഭാവങ്ങൾ ആത്മഗതങ്ങളായിട്ട് തോന്നുന്നത്. വാസ്തവത്തിൽ ആത്മാവ് ദേഹത്തിൽ നിന്ന് എല്ലാവിധത്തിലും എല്ലായ്പ്പോഴും വേറിട്ടവൻ തന്നെ. ഏതുപോലെ വേറിട്ടവനെന്നാൽ ഗൃഹത്തിൽ വസിക്കുന്ന പുരുഷൻ ആ ഗൃഹത്തിലുള്ള അഭിനിവേശം നിമിത്തം തൻ്റേതാണെന്ന് എത്ര തന്നെ അഭിമാനിച്ചാലും വാസ്തവത്തിൽ ഗൃഹത്തിൽ നിന്ന് വേറിട്ടവനായിരിക്കുന്നതുപോലെ ആത്മാവിൻ്റെ വാസസ്ഥാനമായ ശരീരത്തിൽ നിന്ന് ആത്മാവും അത്യന്തം വേറിട്ടവനാകുന്നു. ദേഹത്തെ അറിയുന്ന പുരുഷൻ ഭൗതികമല്ല, ദേഹം ഭൗതികമാകുന്നു. ദേഹം ദൃശ്യപദാർത്ഥം, ആത്മാവാകട്ടെ ദ്രഷ്ടാവ്. തന്നാൽ കാണപ്പെടുന്ന പദാർത്ഥം താനല്ലെന്ന് എത്രയും സ്പഷ്ടം തന്നെ. ശരീരം ഭൗതികമാണ്, അതിനാൽ വികാരത്തിന് അധീനമായിട്ട് നശിക്കുന്നതാണെന്ന് ദൃഷ്ടാന്തം കൊണ്ട് കാണിക്കുന്നു. ജലത്തിൻ്റെ പരമാണുക്കൾ ചേർന്നുണ്ടാകുന്ന നുര, പോള മുതലായ പദാർത്ഥങ്ങൾ പോലെയും ഭൂമിയുടെ അണുപദാർത്ഥങ്ങൾ യോജിച്ചുണ്ടായ ഘടശരാവാദികൾ പോലെയും അഗ്നിയുടെ വികാരമായ സ്വർണത്തിൻ്റെ അണുക്കൾ ചേർന്നുണ്ടാകുന്ന കുണ്ടലാദ്യാഭരണങ്ങൾ പോലെയും പഞ്ചഭൂതങ്ങളുടെ സമ്മേളനത്താലുണ്ടായ ശരീരങ്ങളും വികാരത്തിന് അധീനങ്ങളായിട്ട് വൃദ്ധിക്ഷയനാശങ്ങളെ പ്രാപിക്കുന്നു. ആത്മാവിന് ജന്മാദി വികാരങ്ങളോ നാശമോ ഇല്ല. യഥാനലോ ദാരുഷു ഭിന്നയീയതേ യഥാനിലോ ദേഹഗതപൃഥക് സ്ഥിതഃ യഥാനഭ സർവഗതം ന സജ്ജതേ തഥാ പുമാൻ സർവഗുണാശ്രയപരഃ. ആത്മാവ് ദേഹത്തിൽ നിന്നും പിരിഞ്ഞിരിക്കുന്നതായി കാണപ്പെടുന്നില്ലെങ്കിലും ദേഹാൽ ഭിന്നനാണെന്ന് കാണിപ്പാൻ രണ്ടു ദൃഷ്ടാന്തം പറയുന്നു. അഗ്നി വിറകുകളിൽ ഇരിക്കുന്നുവെങ്കിലും പ്രകാശിപ്പിക്കുകയും ദഹിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വിറകുകളിൽ നിന്ന് അത്യന്തം ഭിന്നമായിരിക്കുന്നത് പോലെയും വായു ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നുവെങ്കിലും മുഖനാസികാദ്വാരങ്ങളിൽ കൂടി പുറത്തേക്കും ഉള്ളിലേക്കും സ്വേച്ഛയാ സഞ്ചരിക്കുന്നതുകൊണ്ട് ദേഹത്തിൽ നിന്ന് ഭിന്നമായിട്ടിരിക്കുന്നത് പോലെയും ആത്മാവ് ശരീരത്തിൽ നിന്ന് ഭിന്നനായിരിക്കുന്നു. ദേഹത്തിലിരിക്കുന്നുവെങ്കിലും ദേഹധർമ്മത്തോട് ആത്മാവിനെ ചേർച്ചയില്ലെന്ന് കാണിപ്പാൻ ഒരു ദൃഷ്ടാന്തം കൂടി പറയുന്നു. എങ്ങും വ്യാപിച്ചിരിക്കുന്ന ആകാശം ഒന്നിനോടും സംബന്ധപ്പെടാത്തതുപോലെ ഗുണകാര്യങ്ങളായ ദേഹേന്ദ്രിയാദികൾക്ക് ആശ്രയമായിരിക്കുന്നുവെങ്കിലും ആത്മാവ് ദേഹാദിധർമ്മങ്ങളോട് സംബന്ധപ്പെടാതെ ഭിന്നനായിരിക്കുന്നു. സുയത്നോ നന്യുയം ചേതേ മൂഢായ മനുഷോജത യശ്രോതായോനുവക്തേഹ സനദൃശ്യേത കർഹിജിത്. ശാസ്ത്രദൃഷ്ട്യ പറഞ്ഞിട്ട് സമാധാനപ്പെടാത്തത് കണ്ടപ്പോൾ ലോകരീത്യ വീണ്ടും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ഹേ അറിവില്ലാത്ത സ്ത്രീകളെ, നിങ്ങൾ ആരെക്കുറിച്ച് ദുഃഖിക്കുന്നുവോ ആ സുയത്നൻ ഇതാ കിടക്കുന്നുവല്ലോ. എന്തിനായിട്ട് ദുഃഖിക്കുന്നു? ഇതിനു മുമ്പ് ഇദ്ദേഹം ഞങ്ങൾ പറയുന്നത് കേൾക്കുകയും അനുസരിച്ച് മറുപടി പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ വിധം ചെയ്യുന്നില്ല. അതുകൊണ്ട് മരിച്ചതായിട്ട് കാണുന്നതിനാൽ ദുഃഖിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നവനും മറുപടി പറയുന്നവനും ആരായിരുന്നുവോ അവനെ നിങ്ങൾ അപ്പോഴും കണ്ടിട്ടില്ലല്ലോ. ഈ സുയത്ന ശരീരത്തെയല്ലേ കണ്ടിട്ടുള്ളൂ. അതിപ്പോഴും ഇവിടെയില്ലേ. ദുഃഖിപ്പാൻ എന്തവകാശം? നശ്രോതാനാനുവക്തായം മുഖ്യോപ്യത്ര മഹാനസുഹു യസ്തുഹേന്ദ്രിയവാനാത്മാ നചാന്യപ്രാണദേഹയോഹോ. മുഖനാസികാദ്വാരങ്ങളിൽ കൂടി സഞ്ചരിച്ചിരുന്ന പ്രാണനാണ് കേട്ടിരുന്നവനും സംഭാഷണം ചെയ്തവനും. അവനെ ഞങ്ങൾ കണ്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ ഇന്ദ്രിയങ്ങളെ വ്യാപിപ്പിച്ചിരിക്കുന്ന മുഖ്യനും ഇന്ദ്രിയങ്ങളെക്കാൾ മഹിമയേറിയവനായ ഈ പ്രാണൻ ഈ ശരീരത്തിൽ കേൾക്കുന്നവനുമല്ല, സംസാരിക്കുന്നവനുമല്ല. പ്രാണൻ അചേതനമാകുന്നു. പ്രാണേന്ദ്രിയാദികളെ വ്യാപാരങ്ങളിൽ പ്രവർത്തിപ്പിച്ചിരുന്ന ആത്മാവാകട്ടെ പ്രാണനിൽ നിന്നും ശരീരേന്ദ്രിയങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുന്ന അന്യനാകുന്നു. അവനെ നിങ്ങൾ കണ്ടിട്ടുമില്ല. ഭൂതേന്ദ്രിയ മനോലിംഗാൻ ദേഹാനുച്ചാവജാൻ വിഭുഹു ഭജത്യുത്സൃജതി ഹ്യന്യസ്തച്ചാഭി സ്വേന തേജസ. പഞ്ചഭൂതങ്ങൾ, അവയുടെ വികാരങ്ങളിൽ നിന്നുണ്ടായ ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയാൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഉത്കൃഷ്ട നികൃഷ്ട ശരീരങ്ങളെ സർവത്ര നിറഞ്ഞിരിക്കുന്ന ആത്മാവ് ശരീരങ്ങളിൽ നിന്നും ഭിന്നനായിട്ട് തന്നെ സ്വീകരിക്കുന്നു.
എൻ്റേതെന്ന് അഭിമാനിക്കുന്നു. സ്വശക്തിയാൽ തന്നെ, വിവേകബലത്താൽ തന്നെ ആ അഭിമാനത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. യാവൻ ലിംഗാന്വിതോ ഹ്യാത്മാ താവത് കർമ്മ നിബന്ധനം തതോ വിപര്യയ ക്ലേശോ മായായോഗോനുവർത്തതേ. വിവേകമുണ്ടായതിൽ പിന്നെയും ജീവിച്ചിരിക്കുന്നവൻ ആഹാരാദി കർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പിന്നെയും ജനനമരണങ്ങൾക്ക് കാരണമല്ലയോ എന്നും ശങ്കിക്കേണ്ട. എത്ര കാലം വരെ ശരീരേന്ദ്രിയ മനസ്സുകളിൽ നിന്ന് ഭിന്നനാണ് താനെന്നുള്ള അനുഭവമില്ലാത്തതുകൊണ്ട് ഉപാധിയായ ലിംഗശരീരത്തിൽ അഭിമാനമുണ്ടാകുന്നുവോ അത്ര കാലം വരെ മാത്രമേ കർമ്മബന്ധവും അതുനിമിത്തം സ്വസ്വരൂപാനന്ദത്തിൽ നിന്ന് വിപരീതമായ ക്ലേശഭാവവും ആത്മാവിനുള്ളൂ. എപ്പോൾ ശരീരാദികളിൽ നിന്ന് വേറിട്ടവൻ താനെന്നുള്ള അനുഭവമുണ്ടാകുന്നുവോ അപ്പോൾ കർമ്മബന്ധം നശിച്ചു. അതിനാൽ അജ്ഞാനം നിമിത്തമാണ് കർമ്മബന്ധം. വിവേക സൂര്യോദയത്തിൽ അജ്ഞാനാന്ധകാരം നശിച്ചതുകൊണ്ട് മായാബന്ധത്തിൽ നിന്ന് മുക്തനായി. സംസാരബന്ധം പരമാർത്ഥത്തിൽ ആത്മാവിനില്ല. മായാസംബന്ധം നിമിത്തം ഉള്ളതുപോലെ തോന്നുന്നതേ ഉള്ളൂ. വിദദാഭിനിവയശോയം യദ്ഗുണേഷ്വർത്ഥദൃഗ്ഗജഃ യഥാ മനോരഥഃ സ്വപ്നഃ സർവമൈന്ദ്രിയകം വൃഷാ. സുഖദുഃഖങ്ങളും അതിനുപകരിക്കുന്ന സാധനങ്ങളും പ്രത്യക്ഷമായി അനുഭവിക്കപ്പെടുകയും കാണപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് അവയില്ലാത്തതാണെന്ന് വിചാരിക്കാൻ എന്തവകാശം എന്ന പക്ഷത്തെ നിരാകരിക്കുന്നു. ഗുണകാര്യങ്ങളായ സ്വർഗാദി ലോകങ്ങളും ഭോഗങ്ങളും സത്യമാണെന്നുള്ള വിചാരവും വാക്കും വെറും അഭിമാനം മാത്രമാണ്, സത്യമല്ല. ജാഗ്രത് അവസ്ഥയിൽ മനോരഥത്തിൽ നിന്നുണ്ടാകുന്ന ഭോഗപദാർത്ഥങ്ങളും സ്വപ്നാവസ്ഥയിൽ അനുഭവിക്കുന്ന സ്ത്രീയാദി സുഖാനുഭവങ്ങളും എങ്ങനെ പരമാർത്ഥമല്ലയോ അതുപോലെ ഇന്ദ്രിയഗോചരങ്ങളായ യാതൊരു ഭോഗങ്ങളും വസ്തുക്കളും സത്യമല്ല. അതനിത്യമനിത്യം വാ നേഹ ശോചന്തി തദ്വിദഃ നാന്യഥാ ശക്യതേ കർത്തും സ്വഭാവശോചതാമിതി. അതുകൊണ്ട് ദുഃഖം അനർത്ഥഹേതുവായിരിക്കുന്നതുകൊണ്ട് ആത്മാവ് നിത്യനാണെന്നും ദേഹം അനിത്യമാണെന്നും അറിഞ്ഞവർ രണ്ടിനെക്കുറിച്ചും വ്യസനിക്കുന്നില്ല. അവരുടെ അഭിപ്രായം എന്തെന്നാൽ ആത്മാവ് നിത്യനായതുകൊണ്ട് ശോകത്തിന് കാരണമില്ല. ദേഹം അനിത്യമായിരിക്കുന്നത് അതിൻ്റെ സ്വഭാവമാകയാൽ അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നവർക്ക് അതിൻ്റെ സ്വഭാവത്തെ മറ്റൊരു വിധത്തിലാക്കാൻ സാധിക്കുകയുമില്ല. രണ്ടു വിധത്തിലും ദുഃഖിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ലെന്നാണ് അറിവുള്ളവർ നിശ്ചയിച്ചിരിക്കുന്നത്. ലുബ്ധഗോ വിപിനേ കശ്ചിത് പക്ഷിണാം നിർമ്മിതോന്തകഃ വിദത്യജാലം വിദതേ തത്ര തത്ര പ്രലോഭയൻ. പക്ഷികളുടെ അന്തകനായി ഈശ്വരനാൽ നിശ്ചയിക്കപ്പെട്ട ഒരു വേടൻ കാട്ടിൽ എവിടെ എവിടെ പക്ഷികൾ അധികമുണ്ടോ അവിടെ ചെന്ന് വല വിരുത്തിക്കെട്ടും. പക്ഷികൾക്ക് ഭക്ഷിക്കാനുള്ള പദാർത്ഥങ്ങൾ വലയുടെ കീഴ്ഭാഗത്ത് നിലത്തു പരത്തും. അവ കണ്ട് മോഹിച്ച് പക്ഷികൾ ഭക്ഷണപദാർത്ഥങ്ങൾ കൊത്തിത്തിന്നാൻ വേഗത്തിൽ പറന്നു വരുമ്പോൾ വലയിലകപ്പെടും. വേടൻ അവയെ പിടിച്ച് കൈവശപ്പെടുത്തുകയും ചെയ്യും. കുലിംഗമിഥുനം തത്ര വിചരത് സമദൃശ്യത തയോ കുലിംഗീ സഹസ ലുബ്ധകേന പ്രലോഭിത. ആ കാട്ടിൽ ഇണചേർന്നു സഞ്ചരിക്കുന്ന കുലിംഗം എന്ന ഒരു ജാതി പക്ഷിയെ കണ്ടു. കിഴങ്ങ് തിന്ന് ജീവിക്കുന്ന ഒരുവിധം പക്ഷിയാണിത്. ആ പക്ഷികളിൽ പെൺപക്ഷിയെ വേടൻ വേഗത്തിൽ വഞ്ചിച്ചു വശത്താക്കി. സാ സജ്ജത ശിജസ്തന്ധ്യാം മഹിഷി കാലയേന്ദ്രിത കുലംഗസ്താം തഥാപന്നാം നിരീക്ഷ്യ വൃഷദുഃഖിതഃ സ്നേഹാദകൽപകൃപണഃ കൃപണാം പര്യദേവയത്. കാലത്തിന് അധീനയായ ആ പെൺപക്ഷി വലയിലകപ്പെട്ടു. പുറത്തു പോവാൻ കഴിയാതെ ദുഃഖിപ്പാൻ തുടങ്ങി. ആപത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഭാര്യയെ അതിൽ നിന്നും വിടുവിക്കാൻ അപ്രാപ്തനായതിനാൽ ഏറ്റവും ദുഃഖിക്കുന്നവനും ദീനനുമായ ആൺപക്ഷി സ്നേഹാധിക്യത്താൽ വിലപിച്ചു തുടങ്ങി. അഹോ അകരുണോ ദേവഃ സ്ത്രീയാ കരുണയാ വിഭുഃ കൃപണം മാനുഷോജന്ത്യ ദീനയാ കിം കരിഷ്യതി. അഹോ അതികഷ്ടം, എല്ലാം ചെയ്യാൻ സമർത്ഥനായ ദൈവം കരുണയില്ലാത്തവനായല്ലോ. ദുഃഖിതനായ എന്നെക്കുറിച്ച് ദുഃഖിക്കുന്ന ദീനയായ ഒരു പെൺപക്ഷിയെ കൊണ്ട് ദൈവത്തിന് എന്തൊരാവശ്യമാണുള്ളത്? എല്ലാവരിൽ നിന്നും കരുണ അർഹിക്കുന്ന സ്ത്രീയുടെ നേരെ ഇത്ര കരുണയില്ലായ്മ കാട്ടിയത് മഹാകഷ്ടം തന്നെ. കാമം നയതുമാം ദേവോ കിമർദ്ദേനാത്മനാഹിമേ ദീനേന ജീവതാ ദുഃഖമനേന വിദുരായുഷ. ഭാര്യയെ പിരിഞ്ഞ ദുഃഖം അനുഭവിക്കുന്നതിനുള്ള ആയുസ്സോടുകൂടി ദൈന്യം അനുഭവിച്ച് ജീവിച്ചിരിക്കുന്ന ഈ അർദ്ധശരീരത്താൽ എനിക്കെന്തു ബലം? അർദ്ധാംശമായ എൻ്റെ ഭാര്യയെ കൊണ്ടുപോയ ദേവൻ എന്നെയും ഇഷ്ടം പോലെ കൊണ്ടുപോകട്ടെ. കഥം ത്വജാത പക്ഷാംസ്താൻ മാതൃഹീനാൻ ബിഭർമ്യഹം
മന്ദഭാഗ്യ പ്രതീക്ഷന്തേ നീടേ മേ മാതരം പ്രജാഹ. ചിറകുമുളയ്ക്കാത്ത മാതൃഹീനരായ ആ കുട്ടികളെ ഞാൻ എങ്ങനെ പരിപാലിക്കും? ഭാഗ്യമില്ലാത്തവരായ എൻ്റെ ആ സന്താനങ്ങൾ കൂട്ടിൽ അമ്മയെ തന്നെ കാത്തിരിക്കും. ഏവം കുലിംഗം വിലബന്ധമാരാത് പ്രിയാവിയോഗാതുരമശ്രുകണ്ഠം സയേവ തം ശാകുനികശരേണ വിവ്യാതകാല പ്രഹിതോ വിലീനഃ. ഭാര്യയുടെ നാശത്താൽ കണ്ണീരൊലിപ്പിച്ചും വിലപിച്ചും കുണ്ഠിതനായി നിൽക്കുന്ന ആ കുലിംഗപക്ഷിയെ കാലത്താൽ പ്രേരിതനും ഒളിഞ്ഞിരിക്കുന്നവനുമായ ആ വേടൻ തന്നെ ദൂരത്ത് നിന്ന് ശരം കൊണ്ട് എയ്തുകൊന്നു. ഏവം യൂയമപശ്യന്ത ആത്മാപായമബുദ്ധയഃ നൈനം പ്രാപ്സ്യതശോചന്ത്യഃ പതിം വർഷശതൈരപി. ഈ പക്ഷിയെപ്പോലെ ബുദ്ധിയില്ലാത്തവരായ നിങ്ങളും സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്ത ചെയ്യാതെ ദുഃഖിക്കുന്നുവല്ലോ. ഇങ്ങനെ എത്രയോ 100 വർഷം ക്ലേശിച്ചാലും ഈ ഭർത്താവിനെ നിങ്ങൾക്കിനി കിട്ടുകയില്ല. ഹിരണ്യകശിപുരുവാച ബാലയേവം പ്രവദതി സർവേ വിസ്മിതചേതസഃ നാദയോ മേനിരേ സർവമനിത്യമയതോത്തിതം. ബാലസ്വരൂപനായ യമൻ ഇപ്രകാരം ശങ്ക കൂടാതെ പറയുന്ന തത്വം ശ്രവിച്ചപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന രാജബന്ധുക്കളെല്ലാവരും ആശ്ചര്യയുക്തരായി. ഈ കാണപ്പെടുന്നത് സകലവും അനിത്യവും വാസ്തവമല്ലാത്തതുമാണെന്നുറച്ചു. യമയേതദുപാഖ്യായ തത്രൈവാന്തരധീയത ജ്ഞാതയോപി സുയത്നസ്യ ചക്രുർ യസ്സാം പരായികം. യമൻ ഇപ്രകാരം പറഞ്ഞ ശേഷം അവിടെ തന്നെ മറഞ്ഞു. സുയത്നൻ്റെ ജ്ഞാതികളോ ശവദാഹം മുതലായ അപരക്രിയകൾ ചെയ്തു. തതശോചതമായൂയം പരം ചാത്മാനമേവ ച ക ആത്മാ ക പരോ വാത്ര സ്വീയപാരക്യ ഏവ വാ സ്വപരാഭിനിവേശേന വിനാജ്ഞാനേന ദേഹിനാം. മേൽപ്പറഞ്ഞ കഥയിൽ നിന്ന് ദുഃഖം അനർത്ഥകാരണമാണെന്ന് സ്പഷ്ടമായിരിക്കയാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയോ അന്യ ശരീരത്തെയോ ഉദ്ദേശിച്ച് ദുഃഖിക്കാതിരിക്കണം. ദേഹികൾ സ്വശരീരങ്ങളെയും പരശരീരങ്ങളെയും ആത്മത്വേന അഭിമാനിക്കുന്നത് അവർക്ക് പരമാർത്ഥ ജ്ഞാനമില്ലാത്തതുകൊണ്ട് മാത്രമാകുന്നു. തത്വാലോചന ചെയ്യുന്നതായാൽ പരമാർത്ഥമായ ആത്മാവ് മാത്രമല്ലാതെ അവയിൽ നിന്നും ഭിന്നമായിട്ട് ആത്മശരീരമോ പരശരീരമോ ആത്മസംബന്ധിയോ അന്യസംബന്ധിയോ ആരിയ്ക്കുന്നു? ഞാനെന്നും എൻ്റേതെന്നും അന്യനെന്നും അന്യൻ്റേതെന്നും അഭിമാനിക്കുന്ന അറിവില്ലായ്മ ഒന്നു മാത്രമാണ് സകല ദുഃഖത്തിനും മൂലകാരണം. ആത്മഭിന്നമായി കാണുന്ന എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ബ്രഹ്മം തന്നെയാണ് എന്നുറപ്പിക്കുന്നു. നാരദ ഉവാച ഇതി ദൈത്യപദേർവാക്യം ദിതിരാകർണ്യ സസ്നുഷ പുത്രശോകം ക്ഷണാത് ത്യക്ത്വാ തത്വേ ചിത്തമധാരയത്. നാരദൻ അരുളി ചെയ്തു. ഇപ്രകാരം അസുരാധിപനായ ഹിരണ്യകശിപു പറഞ്ഞത് കേട്ട് ഹിരണ്യാക്ഷൻ്റെ മാതാവായ ദിതിയും ഭാര്യയും പുത്രൻ മരിച്ചുപോവല്ലോ, ഭർത്താവ് മരിച്ചുവല്ലോ എന്നുള്ള ഭാവനയാൽ അനുഭവിച്ചിരുന്ന ദുഃഖത്തെ വിട്ടുകളഞ്ഞു. പരമാർത്ഥത്തിൽ ഒന്നു മാത്രമല്ലാതെ ബ്രഹ്മം മാത്രമല്ലാതെ അന്യമായൊന്നും വാസ്തവത്തിൽ ഇല്ലെന്നുള്ള തത്വത്തിൽ മനസ്സുറപ്പിച്ചു. 2-ാമത്തെ അധ്യായം സമാപിച്ചു. 3-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരിയോം.